നമ്മൾ ദുർഗപൂജയുടെ കഴിഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ബാംഗ്ലൂർ വേറൊരു സ്പോട്ടിലാണ്. ദുർഗപൂജയുടെ ഇവിടെയും ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ അടിപൊളി പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല ഡ്രസ്സിൽ, അതേപോലെ തന്നെ ആമ്പിള്ളേരാണെങ്കിലും നല്ല അടിപൊളി നല്ല ഡ്രസ്സിൽ, എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുങ്ങി നല്ല അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണിക്കാം. പിന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും ലേറ്റ് ആയിപ്പോയി. അപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കാണിക്കാം. സോ നമുക്ക് രണ്ട് സൈഡിലായിട്ട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെ എനിക്കൊന്ന് കൂടുതലായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ഫുഡിന്റെ സ്പോട്ടുകളായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും ഈ ഫാൻസി ഐറ്റംസിന്റെ ഒരു സ്റ്റാളുകളാണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി ക്ലോസ് ചെയ്തു. ഇത് മറ്റേ മെഴുകുതിരിയാ കേട്ടോ. നല്ല മണം കേട്ടോ. ഡി ചേച്ചി കേട്ടോ മെഴുകുതിരി വയ്ക്കുന്നത്. സോ ഇങ്ങനെ കുറെ സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ കുറെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൾ വരുന്നത് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനൊരു പോസ്റ്റർ വാങ്ങിയിരിക്കുകയാണ്. കണ്ട, കീപ് ഇറ്റ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. നമ്മുടെ യൂട്യൂബിന് പറ്റിയ തോട്ട്സ് ആണ്. സബ്സ്ക്രൈബും ചെയ്യത്തില്ലാരും. ഓക്കെ, നമുക്ക് പോസ്റ്റർ വാങ്ങിയപ്പം അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്കാനറൂടെ തന്നിട്ടുണ്ട്. QR കോഡൂടെ തന്നിട്ടുണ്ട്. ഉണ്ടാ. പിന്നെ അതുപോലെ തന്നെ ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് സ്റ്റിക്കർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഭിത്തിയിൽ ഒട്ടിക്കുക, നല്ല രസമാണ്. നമ്മൾ രാവിലെയൊക്കെ എണ്ണിക്കുന്ന സമയത്ത് നല്ല തോട്ട്സ് ഉള്ള പോസ്റ്ററുകൾ റൂമിലൊക്കെ ഒട്ടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ പോസ്റ്ററുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും. ഇത് കമ്മലൊക്കെ വിൽക്കുന്നൊരു സ്റ്റാളാണ്. കമ്മല്, മാല കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ഈ കാണുന്ന വേറൊരു സ്റ്റാളാണ്. ഒരു ചേച്ചി ഡ്രീം ക്യാപ്ചറും പിന്നെ കീ ചെയിനും അത് ഇതൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളാട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാട്ടോ ഇവിടെ വിൽക്കുന്നത്. കാരണം ഇത് മേടിക്കാൻ വരുന്ന ആൾക്കാരും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. ചെറുപ്പക്കാര് പിക്കിൾസിന്റെ ഒരു സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടുതൽ ഓർണമെന്റ്സും അതേപോലെ തന്നെ ഫാൻസി ഐറ്റംസും ഒക്കെയാണ്. ഇവിടെ ഒരു ഉമ്മ ബാഗ് വെക്കുന്നുണ്ട്. എല്ലാം ക്ലോസ് ചെയ്യും കേട്ടോ. സമയം കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയില്ല എല്ലാവരും. ഒരു വൈബ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കണ്ട, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദുർഗാപൂജ ആയതുകൊണ്ട് തന്നെ ദുർഗാപൂജ അതുപോലെ തന്നെ ദസറ അങ്ങനെയൊക്കെയുള്ള ഫെസ്റ്റിവലുകൾ ആയതുകൊണ്ട് തന്നെ ഇനി ഒരു 3-4 ദിവസം ഇത് തന്നെ ആയിരിക്കും പല സ്ഥലങ്ങളിലും ബാംഗ്ലൂരിന്റെ. കണ്ടോ, ഒറിജിനൽ ലീഫാട്ടോ. ഒറിജിനൽ ചെടിയുടെ ഇലയാട്ടോ. ഇത് കണ്ടിട്ട് ചെടിയുടെ ഇലയാണ്. അങ്ങനെ ഒരുപാട് എണ്ണം വെച്ചിട്ടുണ്ട്.